സച്ചിയുടെയും രേവതിയുടെയും അടുത്ത ആഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ശരത്താണെങ്കിൽ സച്ചിയുടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഇതാണ് ചന്ദ്ര കാണുക. അപ്പോൾ ചന്ദ്ര ചോദിക്കുക, ആരില്ലാത്ത താക്കെന്ന് നോക്കി ഒളിച്ചും പാത്തും വന്ന് ഇവനെന്തോ മോഷ്ടിച്ചിട്ടുണ്ടോ നോക്കാമെന്ന് പറയുകയാണെ. അത് കേട്ടോടെ ശ്രുതിയാണെ വന്ന് ശരത്തിൻ്റെ ബാഗൊക്കെ പിടിച്ച് മേടിക്കുകയാണ്. ബാഗ് പിടിച്ച് മേടിച്ച് മൊത്തം നിലത്തിട്ട് പരിശോധിക്കുകയാണ്. കുറച്ച് ബുക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അതോടെ ശരത്തിന് ആകെ ദേഷ്യമുണ്ട്. ശരത്താണ് ശ്രുതിയുടെ കോളർ കയറി പിടിക്കുകയാണ്. പിന്നെയാണ് രേവതിയൊക്കെ വന്നാണെങ്കിൽ ശരത്തിൻ്റെ കൈയൊക്കെ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതോടെയാണ് ശ്രുതിക്ക് ആകെ ദേഷ്യം വരിക. ശ്രുതിയാണെങ്കിൽ പിടിച്ച് ശരത്തിൻ്റെ കർണക്കുറ്റിയൊക്കെ ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ശ്രുതി വന്നിട്ടാണെങ്കിൽ ശരത്തിനെ പിടിച്ച് പുറത്തേക്ക് തള്ളുവാണേ. തള്ളുമ്പോൾ കറക്റ്റ് സമയത്ത് സച്ചി അങ്ങോട്ട് വരിക. സച്ചിയാണെങ്കിൽ ശരത്ത് വീഴാതെ അങ്ങ് പിടിക്കുന്നുണ്ട് കേട്ടോ. കൂടെ ശ്രീയും ഉണ്ട്. അപ്പോൾ സച്ചി അങ്ങ് അകത്തേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ഇവനൊരു ബൈക്കല്ലേ മോഷ്ടിച്ചുള്ളൂ, അതിന് നിങ്ങൾ ഇവനെ തല്ലി ഇറക്കി, ഈ 50 ലക്ഷം മോഷ്ടിച്ചവനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടോടെ ആർക്കും ഒന്നും മിണ്ടാട്ടില്ല കേട്ടോ. പ്രത്യേകിച്ചാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെയാണെങ്കിൽ രേവതിയാണ് റൂമിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി അങ്ങോട്ട് ഒന്ന് ആശ്വസിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ രേവതിയാണെങ്കിൽ സച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് അടുത്ത പ്രമോ സ്റ്റോറി റിവ്യൂ അവസാനിക്കുന്നത്.